ലോകം എന്ന ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. 2026 ഫെബ്രുവരി 28-ന് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മിസൈൽ ആക്രമണത്തിൽ ഇറാനിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇറാൻ സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. ഒരു യുഗത്തിന്റെ അന്ത്യം കുറിച്ചുകൊണ്ട് ഇറാനിൽ 40 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിന് പ്രതികാരം എന്നോണം ഇറാൻ സൈന്യം ലോകത്തിന്റെ രക്തധമനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇതോടെ ആഗോള ഇന്ധന വിപണി സ്തംഭിച്ചിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 150-ലധികം എണ്ണക്കപ്പലുകൾ കടലിൽ കുടുങ്ങിക്കഴിഞ്ഞു. ഇതിനിടയിലാണ് ഇന്ത്യയുടെ അതിർത്തിയിലും പുക ഉയരുന്നത്. രാജസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ അഭ്യാസത്തിനുള്ള, അതായത് ഒരു മെഗാ ഡ്രില്ലിനുള്ള നോട്ടാം പുറപ്പെടുവിച്ചിരിക്കുന്നതോടെ പാകിസ്ഥാൻ ആകെ പരിഭ്രാന്തിയിലാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇന്ത്യ എന്തിനാണ് അതിർത്തിയിൽ വിമാനങ്ങൾ നിരത്തുന്നത്? ഒപ്പം നോക്കാം, സമാധാനത്തിന്റെ വക്താക്കളായ ഓപ്പൺ AI എങ്ങനെയാണ് അമേരിക്കൻ പട്ടാളത്തിന്റെ ചാരന്മാരാകാൻ പോകുന്നത് എന്ന്. അമേരിക്കയുടെ ഓപ്പറേഷൻ ഫ്യൂറി 4-ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരിടാൻ പോകുന്ന ഇന്ധന പ്രതിസന്ധിയും മറ്റ് ആഗോള മാറ്റങ്ങളും നമുക്ക് പരിശോധിക്കാം. വെൽക്കം ടു ലൂക്ക. ഇന്ത്യ പാക് അതിർത്തിയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണ്. അതിർത്തിയിൽ സ്ഥിതിഗതികൾ ഇപ്പോൾ ശരിക്കും സംഘർഷഭരിതമായിരിക്കുകയാണ്. രാജസ്ഥാനിലെ ഇന്ത്യ പാക് അതിർത്തിയിൽ ഇന്ത്യൻ വ്യോമസേന ഒരു മെഗാ എയർഫോഴ്സ് ഡ്രില്ലിന് തയ്യാറെടുക്കുന്നു എന്ന സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ നീക്കത്തോടെ പാകിസ്ഥാനിലൊരു അസ്വസ്ഥത വ്യാപിച്ചിരിക്കുകയാണ്. വെറും ഒരു മിലിറ്ററി എക്സസൈസ് മാത്രമാണോ ഇത്, അതോ പാകിസ്ഥാനുള്ള ശക്തമായൊരു വാർണിംഗ് ആണോ? ഇതിനെക്കുറിച്ച് പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിക്ക് പറയാനുള്ളത് എന്താണ് പരിശോധിക്കാം. ഇന്ത്യ ഇപ്പോൾ ഒരു നോട്ടാം ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. എന്താണ് ഈ നോട്ടാം എന്ന് ചോദിച്ചാൽ നോട്ടീസ് ടു എയർമെൻ എന്നാണ് ഇതിന്റെ അർത്ഥം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു നിശ്ചിത സമയത്തേക്ക് ഒരു പ്രത്യേക ഭാഗത്തെ ആകാശസീമയിൽ സിവിൽ വിമാനങ്ങൾ പറക്കരുത് എന്ന് നൽകുന്ന മുന്നറിയിപ്പാണിത്. മാർച്ച് 5 മുതൽ 12 വരെ രാജസ്ഥാൻ അതിർത്തിക്ക് അടുത്തുള്ള ആകാശത്ത് ഇത്തരമൊരു റെസ്ട്രിക്ഷൻ ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു വമ്പൻ അഭ്യാസത്തിന് വേണ്ടിയാണ് ഈ ക്രമീകരണം എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ പാകിസ്ഥാൻ ഇതിനെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. ഇന്ത്യ മറ്റൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് എന്നാണ് പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി പരസ്യമായി ആരോപിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2025-ൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ആ മിന്നൽ ആക്രമണം പാകിസ്ഥാൻ ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. അന്ന് മുതൽ ഇന്ത്യ നടത്തുന്ന ഓരോ ചെറിയ മൂവ്മെന്റും പാകിസ്ഥാൻ വളരെ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇനി നമുക്ക് ഈ ഒരു നീക്കത്തിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്കൊന്ന് നോക്കാം. സർക്രീക് മേഖലയോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് ഇന്ത്യ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഗുജറാത്തിനും പാകിസ്ഥാനിലെ സിന്ധിനും ഇടയിലുള്ള ഈ തർക്ക പ്രദേശം സ്ട്രാറ്റജിക്കായി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായ റഫേൽ, സുഖോയ് 30 MKI, തേജസ് തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. ഇനിയുള്ള ചോദ്യം ഇതാണ്: പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഇത്രയധികം ഈ ഒരു നീക്കത്തിൽ അല്ലെങ്കിൽ പൊതുവെ ടെൻഷൻ അടിക്കുന്നത്? അതിന് കൃത്യമായ കാരണമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാൻ തങ്ങളുടെ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ വലിയ പ്രതിസന്ധികൾ നേരിടുകയാണ്. അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇന്ത്യ തങ്ങളുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇത്രയും വലിയൊരു എയർ ഡ്രിൽ പ്ലാൻ ചെയ്യുന്നത്. ഇന്ത്യ ഒരേ സമയം 2 വശങ്ങളിൽ നിന്നും തങ്ങളെ സമ്മർദ്ദത്തിലാക്കുമോ എന്ന ഭയത്തിലാണ് ഇസ്ലാമാബാദ്. പാക് പ്രസിഡന്റ് സർദാരി പറഞ്ഞത് ഇന്ത്യ യുദ്ധത്തിന്റെ പാത വെടിഞ്ഞ് ചർച്ചകൾക്ക് തയ്യാറാകണം എന്നാണ്. സത്യത്തിൽ ഇത് പാകിസ്ഥാന്റെ ഒരു പാനിക് മോഡാണെന്ന് ഡിഫൻസ് അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. കാരണം ഇന്ത്യ തങ്ങളുടെ ഡിഫൻസ് സിസ്റ്റം ഓരോ ദിവസവും കൂടുതൽ പവർഫുൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യ നടത്തിയ മിസൈൽ പരീക്ഷണങ്ങളും നോർത്ത് ഈസ്റ്റ് അതിർത്തികളിൽ നടന്ന അതീവ രഹസ്യമായ സൈനികാഭ്യാസങ്ങളും നമ്മളൊന്ന് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ശരിക്കും ഇന്ത്യ തങ്ങളുടെ 2 ഫ്രണ്ട് വാർ തന്ത്രം പയറ്റുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഒരേ സമയം പാകിസ്ഥാനെയും ചൈനയും നേരിടാനുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പുകളുടെ ഭാഗമാണോ ഈ നീക്കങ്ങളെന്ന് പ്രതിരോധ വിദഗ്ധർ പോലും സംശയിക്കുന്നു. ശത്രു രാജ്യങ്ങളെ ഒരുപോലെ മുൾമുനയിൽ നിർത്താൻ ഭാരതം തങ്ങളുടെ പ്രതിരോധ കവചം കൂടുതൽ ശക്തമാക്കുകയാണ് എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണിത്.
ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം പാകിസ്ഥാൻ ഇതിനകം തന്നെ തങ്ങളുടെ കൂടുതൽ വിമാനങ്ങളും സൈനികരെയും അതിർത്തിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ത്യയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ അവർ സർവ്വസന്നാഹങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യൻ മിലിറ്ററി വൃത്തങ്ങൾ പറയുന്നത് ഇത് തികച്ചും റുട്ടീനായ ഒരു എക്സസൈസ് മാത്രമാണ് എന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. കഴിഞ്ഞ ഏപ്രിലിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ നിലപാട് വളരെ കർക്കശമാണ്. സീറോ ടോളറൻസ് ടു ടെററിസം എന്ന പോളിസിയിലാണ് മോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്സസൈസ് എന്നതിലുപരി ശത്രുക്കൾക്കുള്ള ഒരു സ്ട്രോങ് മെസ്സേജ് കൂടി ഇതിലുണ്ട്. ഇന്ത്യയുടെ ഈ നീക്കം ഏഷ്യയിലെ തന്നെ പവർ ബാലൻസിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയുടെ ഈ നീക്കം വെറും ഒരു മിലിറ്ററി എക്സസൈസ് ആണോ അതോ പാകിസ്ഥാന്റെ നെഞ്ചെടുപ്പ് കൂട്ടാനുള്ള കൃത്യമായ പ്ലാനിംഗ് ആണോ? രാജസ്ഥാൻ മരുഭൂമിയിൽ ഉയരുന്ന ഈ പൊടി പടലങ്ങൾ ഇസ്ലാമാബാദിലെ ഭരണകൂടത്തെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ ഭാരതം നൽകുന്ന സന്ദേശം വളരെ വളരെ വ്യക്തമാണ്. ഇന്ത്യയെ തൊട്ട് കളിക്കണ്ട എന്ന ശത്രുക്കൾക്ക് നൽകുന്ന വ്യക്തമായ സന്ദേശം. ലോകം കഴിഞ്ഞ 4 ദിവസങ്ങളായി ഉറ്റുനോക്കുന്നത് മിഡിൽ ഈസ്റ്റിലേക്കാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം വെറും ഒരു മിലിറ്ററി പോരാട്ടമായി മാത്രമല്ല ഒതുങ്ങുന്നത്. മറിച്ച് ലോകത്തിന്റെ തന്നെ വിലമതിക്കാനാവാത്ത ചരിത്ര സമ്പത്തുകൾ കൂടി ഇതിനിടയിൽ തകർന്നടിയുകയാണ്. നമ്മുടെ അയൽപക്കത്തുള്ള ഇറാനിൽ നിന്ന് വരുന്നത് അതീവ വേദനാജനകമായ വാർത്തകളാണ്. തെഹ്റാനിലെ അഭിമാനമായ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള ഗൊലസ്താൻ പാലസിന് ഇസ്രായേൽ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കലയും സംസ്കാരവുമാണ് ഈ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നത്. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഈ കൊട്ടാരത്തെ തന്നെയാണോ അതോ ഇതൊരു കൊളാറ്ററൽ ഡാമേജ് ആണോ? പരിശോധിക്കാം. നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള മിസൈൽ പോരാട്ടം ഓരോ ദിവസവും രൂക്ഷമാവുകയാണ്. ഇതിനിടയിലാണ് തെഹ്റാനിലെ ഹൃദയഭാഗത്തുള്ള ഗൊലസ്താൻ കൊട്ടാരത്തിന്റെ ചില ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നത്. ഇസ്രായേൽ തൊടുത്തുവിട്ട മിസൈലുകൾ കൊട്ടാരത്തിന് സമീപമുള്ള മിലിറ്ററി ഇൻസ്റ്റലേഷനുകളെ ലക്ഷ്യമിട്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. എന്നാൽ ഈ സ്ഫോടനങ്ങളുടെ പ്രകമ്പനം ആ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടത്തിന്റെ ചില്ലുകൾ തകരാനും ചുവരുകളിൽ വിള്ളലുകൾ വീഴാനും കാരണമായി. ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ വന്ന് അത്ഭുതത്തോടെ നോക്കി നിന്നിരുന്ന ആ കൊട്ടാരമുറ്റത്ത് ഇന്ന് പുകയും ചാരവുമാണ്. ഇറാൻ അധികൃതർ പറയുന്നത് ഇത് ലോക സംസ്കാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് എന്നാണ്. വെറും ഒരു കെട്ടിടമല്ല ഇത്. ഇറാന്റെ ഖജാർ രാജവംശത്തിന്റെ പ്രതാപത്തിന്റെ അടയാളമാണ്. ഇതിനെതിരെ യുനെസ്കോ ഉടൻ ഇടപെടണമെന്നാണ് ഇപ്പോൾ ഇറാനിന്റെ ആവശ്യം. എന്തുകൊണ്ടാണ് ഈ ഗൊലസ്താൻ പാലസ് ഇത്രയധികം ഇമ്പോർട്ടന്റ് ആകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സത്യത്തിൽ ഇതൊരു അത്ഭുതമാണ്. 16-ാം നൂറ്റാണ്ടിൽ സഫാവിദ് കാലഘട്ടത്തിൽ പണിത ഈ കൊട്ടാരം പിന്നീട് ഖജാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയായി മാറുകയായിരുന്നു. ഇവിടുത്തെ ഹാൾ ഓഫ് മിറേഴ്സ്, അതായത് കണ്ണാടി കൊട്ടാരം, ലോക പ്രശസ്തമാണ്. ചെറിയ കണ്ണാടി കഷ്ണങ്ങൾ കൊണ്ട് ഭിത്തികളിൽ തീർത്ത കലാരൂപങ്ങൾ കണ്ടാൽ അത്ഭുതം തോന്നും. കൂടാതെ യൂറോപ്യൻ ശൈലിയും പേർഷ്യൻ ശൈലിയും ഒന്നുചേരുന്ന അപൂർവം നിർമ്മിതികളിൽ ഒന്നാണിത്. 2013 യുനെസ്കോ ഇതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചത്. അത്തരമൊരു മാസ്റ്റർ പീസിനാണ് ഇപ്പോൾ യുദ്ധത്തിന്റെ കരിനിഴൽ വീണിരിക്കുന്നത്. യുദ്ധം നടക്കുമ്പോൾ സൈനിക കേന്ദ്രങ്ങൾ മാത്രമാകും തകർക്കപ്പെടുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. പലപ്പോഴും ആൾപ്പാർപ്പുള്ള ഇടങ്ങളും ഇത്തരം ഹിസ്റ്റോറിക്കൽ സൈറ്റുകളും യുദ്ധത്തിന്റെ ഇരകളാകുന്നു. ഇത് ലോകത്തിന് മുഴുവൻ വലിയൊരു നഷ്ടം തന്നെയാണ്. ഇനി നമുക്കിതിന്റെ രാഷ്ട്രീയ വശം കൂടി നോക്കാം. ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇറാനെ ഇത്ര ശക്തമായി ആക്രമിക്കുന്നത്? ഹമാസ്, ഹിസ്ബുള്ള നേതാക്കളുടെ കൊലപാതകത്തിന് പിന്നാലെ ഇറാൻ ഇസ്രായേലിന് നേരെ 200ഓളം മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു. ഇതിനുള്ള മറുപടിയാണ് ഇസ്രായേൽ ഇപ്പോൾ തെഹ്റാനിലെ ആ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇസ്രായേൽ മിലിറ്ററി അവകാശപ്പെടുന്നത് തങ്ങൾ ഇറാനിന്റെ സൈനിക ശേഷി തകർക്കുകയാണ് എന്നാണ്. എന്നാൽ ഈ ഒരു ആക്രമണങ്ങളൊക്കെ സിവിൽ ഏരിയകളിലേക്കും പൈതൃക കേന്ദ്രങ്ങളിലേക്കും പടരുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം കടുത്ത ആശങ്കയിലാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇറാൻ ഈ കൊട്ടാരത്തിന് സമീപം ആണവ പരീക്ഷണങ്ങളോ മിലിറ്ററി ആസ്ഥാനങ്ങളോ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന സംശയം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ മനഃപൂർവ്വം ഈ പ്രദേശം ലക്ഷ്യം വെച്ചതാകാം. എന്നാൽ ഇതിന് കൃത്യമായ തെളിവുകൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. ഇനി ലോക രാജ്യങ്ങൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നോക്കാം. യുനെസ്കോ ഇതിനകം തന്നെ കടുത്ത ഉത്കണ്ഠ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൾച്ചറൽ ഹെറിറ്റേജസ് നോൺ റിന്യൂവബിൾ, അതായത് ഒരിക്കൽ തകർന്നാൽ നമുക്ക് പഴയപടി തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ്. പല ചരിത്രകാരന്മാരും പറയുന്നത് ഇതൊരു കൾച്ചറൽ ജനസൈഡ് അല്ലെങ്കിൽ സാംസ്കാരിക വംശഹത്യ എന്നാണ്. 1-ാം ലോക മഹായുദ്ധത്തിലും അതുപോലെ 2-ാം ലോക മഹായുദ്ധത്തിലും നമ്മൾ കണ്ടതാണ് വലിയ നഗരങ്ങളും കൊട്ടാരങ്ങളും തകർക്കപ്പെടുന്നത്. പക്ഷേ 21-ാം നൂറ്റാണ്ടിലും ഇത് തുടരുന്നത് ലജ്ജാകരമാണ്. ഇന്ത്യയെ സംബന്ധിച്ചും ഇത് ആശങ്കാജനകമാണ്. കാരണം നമുക്ക് ഇറാനുമായി വലിയ സാംസ്കാരിക ബന്ധമുണ്ട്. പേർഷ്യൻ കലകളും വാസ്തുവിദ്യയും ഇന്ത്യൻ ചരിത്രത്തിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗൊലസ്താൻ പാലസ് പോലൊരു സ്മാരകം തകരുന്നത് നമുക്കും വലിയൊരു വേദന തന്നെയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഗൊലസ്താൻ കൊട്ടാരത്തിന്റെ മ്യൂസിയം ഭാഗങ്ങളൊക്കെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. നാശനഷ്ടങ്ങളുടെ വ്യാപ്തി എത്രയാണെന്ന് ഇറാനിയൻ ആർക്കിയോളജിസ്റ്റുകൾ പരിശോധിച്ചു വരികയാണ്.
ഇസ്രായേൽ ആക്രമണം നിർത്താൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇനിയും ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ തകർക്കപ്പെടുമോ എന്ന ഭീതിയിലാണ് ഇറാന്റെ ജനത. ഇസ്രായേൽ കൂടുതൽ ശക്തമായ മിസൈലുകൾ ഉപയോഗിച്ചാൽ തെഹ്റാനിലെ പഴയ നഗരഭാഗങ്ങൾ പൂർണ്ണമായും ഇല്ലാതായേക്കാം. യുദ്ധം ജയിക്കാൻ വേണ്ടി ചരിത്രത്തെ കൊല്ലുന്നത് ശരിയാണോ? ലോകം ഇന്ന് ചോദിക്കുന്ന ചോദ്യവും ഇതാണ്. യുദ്ധം കൊണ്ടൊന്നും നേടാനാവില്ല, സമാധാനം മാത്രമാണ് ഏക പോംവഴി എന്ന് ലോകം എന്ന് തിരിച്ചറിയും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ആ സമാധാനം എന്നത് ആകാശത്തിലെ നക്ഷത്രം പോലെ കയ്യെത്താ ദൂരത്താണ് എന്ന് തോന്നിപ്പോകുന്നു. ശരിക്കും ഗൊലസ്താൻ പാലസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഒരു വശത്ത് ടെക്നോളജി വളരുമ്പോൾ മറുവശത്ത് മനുഷ്യനെ കൊല്ലാനും ചരിത്രത്തെ ചാരമാക്കാനും മത്സരിക്കുകയാണ്. ചരിത്രം എന്നത് വെറും ഒരു കെട്ടിടമോ കുറച്ച് രേഖകളോ മാത്രമല്ല, അത് വരും തലമുറയ്ക്കായി നമ്മൾ കരുതി വെക്കേണ്ട വേരുകളാണ്. ആ വേരുകളാണ് ഇന്ന് മിസൈൽ മുനകളിൽ തകർന്നടിയുന്നത്. ഗുലസ്താൻ പാലസിന്റെ തകർച്ച ഒരു രാജ്യത്തിന്റെ മാത്രം നഷ്ടമല്ല, മറിച്ച് മാനവ സംസ്കാരത്തിനേറ്റ മുറിവാണ്. നമ്മൾ എല്ലാവരും ദിവസവും ഉപയോഗിക്കുന്ന ഒന്നാണ് ChatGPT. എന്നാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളും നമ്മുടെ ഡേറ്റയും ഇപ്പോൾ എവിടെയാണ് ചെന്നെത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ രാജാവായ OpenAI ഇപ്പോൾ ഒരു വലിയ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് DOD, അതായത് അമേരിക്കൻ പ്രതിരോധ വകുപ്പുമായി ചേർന്ന് പുതിയൊരു ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണ് സാം ഓൾട്ട്മാനും സംഘവും. കേൾക്കുമ്പോൾ സാധാരണമായി തോന്നാം, പക്ഷേ ഇതിന് പിന്നിൽ വലിയൊരു അപകടമുണ്ട് എന്നാണ് ടെക് വിദഗ്ധർ പറയുന്നത്. സൈനിക ആവശ്യങ്ങൾക്കായി AI ഉപയോഗിക്കില്ല എന്ന തങ്ങളുടെ പഴയ നയം OpenAI തിരുത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി ChatGPT യുദ്ധത്തിന് സഹായിക്കുമോ, അതോ ഇത് വമ്പൻ ചാരപ്പണിയാണോ? പരിശോധിക്കാം. OpenAI തങ്ങളുടെ പോളിസിയിൽ നിശബ്ദമായ ഒരു മാറ്റം വരുത്തി. മുൻപ് അവരുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു വരി ഇതായിരുന്നു: ഡോണ്ട് യൂസ് അവർ ടൂൾസ് ഫോർ മിലിറ്ററി ആൻഡ് വാർഫെയർ. അതായത് പട്ടാളത്തിനോ അല്ലെങ്കിൽ സൈനിക ആവശ്യങ്ങൾക്കോ യുദ്ധത്തിനോ തങ്ങളുടെ AI നൽകില്ല എന്ന്. എന്നാൽ പുതിയ അപ്ഡേറ്റിൽ ഈ വരി അവർ എടുത്തു മാറ്റിയിരിക്കുകയാണ്, വെട്ടിമാറ്റിയിരിക്കുകയാണ്. എന്തിനാണ് ഈ ഒരു മാറ്റം? കാരണം മറ്റൊന്നുമല്ല, അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനമായ പെന്റഗണുമായി അവർ ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ്. സൈബർ സെക്യൂരിറ്റി മെച്ചപ്പെടുത്താനും സൈനികരുടെ മാനസിക ആരോഗ്യം പരിശോധിക്കാനും AI ഉപയോഗിക്കാം എന്നാണ് ഔദ്യോഗികമായി പറയുന്നത്. പക്ഷേ ലോകം ചോദിക്കുന്നത് മറ്റൊന്നാണ്. ഇത് കേവലം സൈബർ സെക്യൂരിറ്റിയിൽ മാത്രം ഒതുങ്ങുമോ, അതോ ശത്രുക്കളെ നിരീക്ഷിക്കാനുള്ള മാരകായുധമായി AI മാറുമോ? ശരിക്കും ഇതൊരു വമ്പൻ മാറ്റം തന്നെയാണ്, വളരെ നിർണായകവുമാണ്. കാര്യങ്ങൾ ഗൗരവകരമാകുന്നത് ഇനിയാണ്. ചില മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം OpenAIയുടെ ഈ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്, പ്രത്യേകിച്ച് ഡേറ്റ പ്രൈവസിയിൽ ശ്രദ്ധിക്കുന്നവർക്കിടയിൽ. നമ്മൾ നൽകുന്ന വിവരങ്ങൾ സൈനിക ആവശ്യങ്ങൾക്കായി വിശകലനം ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും? നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ കൃത്യമാക്കാൻ AI ഉപയോഗിക്കുമ്പോൾ അത് വ്യക്തിത്വ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാകുമോ? മുൻപ് ഗൂഗിൾ ഇത്തരം ഒരു സൈനിക കരാറിൽ ഏർപ്പെട്ടപ്പോൾ അവരുടെ ജീവനക്കാർ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഒടുവിൽ ഗൂഗിളിന് ആ പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. എന്നാൽ OpenAI ഇപ്പോൾ ആ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ലാഭത്തിന് വേണ്ടി അവർ തങ്ങളുടെ ധാർമ്മികത കൈവിടുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. OpenAI ഒറ്റയ്ക്കല്ല ഈ വഴിയിൽ നടക്കുന്നത്. അവരുടെ പ്രധാന പാർട്ട്ണറായ മൈക്രോസോഫ്റ്റ് കാലങ്ങളായി സൈനിക കരാറുകൾ ഏറ്റെടുക്കുന്ന കമ്പനിയാണ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് വഴി പെന്റഗണിലേക്ക് OpenAIയുടെ സാങ്കേതിക വിദ്യ എത്തുന്നത് തടയാൻ ആർക്കും കഴിയില്ല. ബിസിനസ് സൈഡ് നോക്കിയാൽ ഇതൊരു വമ്പൻ ലാഭമാണ്. പ്രതിരോധ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന ബില്യൺ കണക്കിന് ഡോളറിന്റെ ഫണ്ടിംഗ് OpenAIയുടെ വളർച്ചയ്ക്ക് വലിയ കരുത്ത് നൽകും. പക്ഷേ AI ഫോർ ഹ്യൂമാനിറ്റി എന്ന് കൊട്ടിഘോഷിച്ചവർ ഇപ്പോൾ AI ഫോർ മിലിറ്ററി എന്ന നിലപാടിലേക്ക് മാറുന്നത് ശരിയാണോ? സാം ഓൾട്ട്മാൻ പറയുന്നത് ഇത് സൈനികരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് എന്നാണ്. എന്നാൽ യുദ്ധഭൂമിയിൽ ഒരു AI എടുക്കുന്ന തീരുമാനം എത്രത്തോളം വിശ്വസിക്കാനാകും? നമുക്ക് ഇനി ഈ ഒരു സീനിന്റെ ബിഗ് പിക്ചർ ഒന്ന് നോക്കാം. ലോകം ഇപ്പോൾ ഒരു ആയുധ പന്തയത്തിലല്ല, മറിച്ച് AI റേസിലാണ് എന്ന് വേണം പറയാൻ. ചൈനയും റഷ്യയും സൈനിക ആവശ്യങ്ങൾക്കായി AI ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് മാത്രം മാറി നിൽക്കാൻ കഴിയില്ല. ഭാരതത്തെ സംബന്ധിച്ചും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളും പ്രതിരോധ മേഖലയിൽ AI കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സ്വകാര്യ കമ്പനികൾ സൈന്യവുമായി കൈകോർക്കുമ്പോൾ അവർക്ക് ജനങ്ങളുടെ വിവരങ്ങൾക്ക് മേൽ എത്രമാത്രം അധികാരം ലഭിക്കുമെന്നത് ഗൗരവകരമായ കാര്യമാണ്. അപ്പോൾ പെന്റഗണും OpenAIയും തമ്മിലുള്ള ഈ ഒരു അവിശുദ്ധ ബന്ധം ലോകത്തെ ഡിജിറ്റൽ സർവൈലൻസിന്റെ പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചേക്കാം. ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം OpenAI തങ്ങളുടെ നയങ്ങൾ വീണ്ടും അമെൻഡ് ചെയ്യുകയാണ്. പ്രതിഷേധം കടുത്തതോടെ തങ്ങൾ ആയുധങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കില്ല എന്നവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ നിരീക്ഷണത്തിനും, അതായത് സർവൈലൻസിനും ഇൻഫർമേഷൻ ഗ്യാതറിംഗിനും AI ഉപയോഗിക്കുന്നത് തുടരുമെന്ന് തന്നെയാണ് സൂചന. ഇന്ന് നാം കാണുന്ന ChatGPT വെറും ഒരു ചാറ്റ് ബോട്ട് മാത്രമല്ല, അത് ഭാവിയിലെ യുദ്ധതന്ത്രങ്ങൾ മെനയുന്ന ഒരു മസ്തിഷ്കമായി മാറുകയാണ്. ഇതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതം എളുപ്പമാക്കുമ്പോൾ തന്നെ അത് മറ്റൊരു വശത്ത് നമ്മളെ നിരീക്ഷിക്കാനുള്ള ആയുധമായി മാറുകയാണ്. OpenAIയുടെ ഈ പുതിയ മിലിറ്ററി മൂവ് വലിയൊരു ചർച്ചയ്ക്ക് വഴിമാറിക്കഴിഞ്ഞു.
ലാഭത്തിന് വേണ്ടി സമാധാനപരമായ നിലപാടുകൾ കമ്പനികൾ മാറ്റുമ്പോൾ നമ്മൾ സാധാരണക്കാരാണ് ജാഗ്രത പാലിക്കേണ്ടത്. മധ്യേഷ്യയിൽ തീ പടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ട ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അതിന്റെ 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പുറത്തു വരുന്നത് അവിശ്വസനീയമായ കണക്കുകളാണ്. വെറും 24 മണിക്കൂർ, അതായത് ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് മാത്രം അമേരിക്ക ചിലവാക്കിയത് $700 മില്യൺ അതായത് ഏകദേശം 6000 കോടിയിലധികം ഇന്ത്യൻ രൂപ ഒരു ദിവസം കൊണ്ട് ചാരമായി മാറിയിരിക്കുന്നു. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുമ്പോൾ ഇറാന്റെ തിരിച്ചടി അമേരിക്കയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുകയാണ്. ഈ യുദ്ധം അമേരിക്കയെ ഒരു വലിയ കടക്കണിയിലേക്ക് തള്ളിവിടുന്നു. പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ ശത്രുതയുടെ കാരണമൊന്ന് നോക്കാം. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായ ഒരു ആക്സിസ് ഓഫ് ഇവിൾ രാജ്യമാണ്. ഇസ്രായേലിനെതിരെയുള്ള ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. ഇതുകൂടാതെ ഇറാനിന്റെ ആണവായുധ പദ്ധതികൾ ലോകത്തിന് തന്നെ ഭീഷണിയാണെന്നാണ് ട്രംപിന്റെ വാദം. അതുകൊണ്ട് തന്നെ ഇറാന്റെ എണ്ണ കയറ്റുമതി തടയാനും അവരെ സാമ്പത്തികമായി തകർക്കാനുമാണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ ഒരു രാജ്യത്തെ ആക്രമിക്കുക എന്നത് സിനിമയിലൊക്കെ കാണുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരുപാട് റിസ്കുകളും അത്രയും തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പണച്ചെലവുമുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് ആ കണക്കുകളിലേക്ക് തന്നെ വരാം. അമേരിക്ക ഒരു വമ്പൻ സൈനിക ശക്തിയാണെന്നതിൽ തർക്കമില്ല. പക്ഷേ ഇറാൻ ഇറാഖിനെ പോലെയോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ പോലെയോ ഉള്ള ഒരു രാജ്യവുമല്ല. ഇറാന്റെ മിലിറ്ററി പവർ വളരെ വലുതാണ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇറാനുമായി ഒരു പൂർണ്ണ യുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുത്താൽ, അതായത് ഇപ്പോൾ സംഭവിക്കുന്നതിനേക്കാളും വലിയൊരു തോതിലേക്ക് അമേരിക്ക നീങ്ങുകയാണെങ്കിൽ അതിന്റെ ചിലവ് കുറഞ്ഞത് $1.5 ട്രില്യൺ മുതൽ $2 ട്രില്യൺ വരെ ആകുമെന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കും. അമേരിക്കയുടെ കടം ഇപ്പോൾ തന്നെ $34 ട്രില്യൺ കടന്നിരിക്കുകയാണ്. ഇതിനിടയിൽ ഇത്രയും വലിയൊരു യുദ്ധം ഇത് കടുക്കുകയാണെങ്കിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ അക്ഷരാർത്ഥത്തിൽ തകരും. സൈനികരുടെ ശമ്പളം, ആയുധങ്ങൾ, മിസൈല്, ഇന്ധനം, അങ്ങനെ ചിലവ് ഓരോ സെക്കൻഡിലും വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഈ $700 മില്യൺ കണക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ഇത്രയും വലിയ തുക ഒരു ദിവസം കൊണ്ട് തീരുന്നത്? ഒന്നാമതായി, ഓരോ നിമിഷവും തൊടുത്തുവിടുന്ന കോടികൾ വിലയുള്ള മിസൈലുകൾ. രണ്ടാമതായിട്ട്, വായുസേനയുടെയും നാവികസേനയുടെയും എയർഫോഴ്സിന്റെയും നേവിയുടെയും വമ്പൻ ഇന്ധന ചെലവുകൾ. മൂന്നാമതായിട്ട്, തകർന്നു വീഴുന്ന ഡ്രോണുകളും മറ്റ് സൈനിക ഉപകരണങ്ങളും. നമ്മൾ കണ്ടതാണ് ഇറാൻ ഒരു നിസ്സാരക്കാരനല്ല എന്നുള്ളത്. ആദ്യ ദിനം തന്നെ അത് തെളിയിച്ചിരിക്കുകയുമായിരുന്നു. അമേരിക്കയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ അമേരിക്കയുടെ ചില സൈനിക താവളങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ യുദ്ധം ഇതേ വേഗതയിൽ തന്നെ തുടരുകയാണെങ്കിൽ ഓരോ മാസവും $20 ബില്യൺ കൂടുതൽ അമേരിക്കയ്ക്ക് ചിലവാക്കേണ്ടി വരും. ഇത് അമേരിക്കൻ ടാക്സ് പേയർമാരുടെ പണമാണ്. ട്രംപിന്റെ ഈ യുദ്ധം അമേരിക്കയെ സാമ്പത്തികമായി പാപ്പരാക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ യുദ്ധം നടന്നാൽ നമ്മൾ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എവിടെയാണ്? എണ്ണവിലയിലാണ്. ലോകത്തിന്റെ എണ്ണ വിതരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ഇതിനോടകം തന്നെ ആ കടലിടുക്ക് അടച്ചിട്ടുണ്ട്. ഈ കടലിടുക്ക് അടയ്ക്കുന്നതോടെ ലോകത്തെ 20% എണ്ണ വിതരണം നിലയ്ക്കും. ഇതിന്റെ ഫലമായി അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് $150 വരെ എണ്ണവില ഉയരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ പെട്രോൾ വില 100 കടന്നു നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് 200-300 കടന്നാൽ അത്ഭുതപ്പെടാനില്ല. പണപ്പെരുപ്പം അതിന്റെ ഉച്ചസ്ഥായിലാകും. ഭക്ഷണ സാധനങ്ങൾ മുതൽ ട്രാൻസ്പോർട്ടേഷൻ വരെ എല്ലാം സാധാരണക്കാർക്ക് അപ്രാപ്യമാകും. ഇനി അമേരിക്ക ഒറ്റയ്ക്കായിരിക്കില്ല ഈ ഒരു യുദ്ധം ചെയ്യുന്നത്. ഇസ്രായേൽ തീർച്ചയായും ട്രംപിനൊപ്പം നിൽക്കുന്നുമുണ്ട്. ഇതിന്റെ മറുപടി എന്നോണം ഇറാൻ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകൾ വഴി സൗദി അറേബ്യയും UAEയും ആക്രമിക്കുകയാണ്. അങ്ങനെ മധ്യേഷ്യ മുഴുവൻ ഒരു യുദ്ധഭൂമിയായി മാറിയിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. ചൈനയും റഷ്യയും. ഇറാന്റെ ഏറ്റവും വലിയ ബിസിനസ് പാർട്ണറാണ് ചൈന എന്ന് പറയുന്നത്. ഇറാന്റെ എണ്ണ കൂടുതലായി വാങ്ങുന്നത് ചൈനയാണ്. അമേരിക്ക ഇറാനെ തകർക്കാൻ ശ്രമിച്ചാൽ ചൈന വെറുതെ ഇരിക്കുമോ? ഒരിക്കലുമില്ല. അവർ ഇറാനെ സഹായിക്കാൻ മുന്നോട്ട് വന്നാൽ അതൊരു തേർഡ് വേൾഡ് വാറിലേക്ക് നയിച്ചേക്കാം. അതായത് ചൈനയും റഷ്യയും ഇപ്പോൾ നിശബ്ദരായി കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. അമേരിക്കയുടെ സാമ്പത്തിക നില തകരുന്നത് കാണാൻ രണ്ടു പേർക്കും താല്പര്യവുമുണ്ട്. യുദ്ധം മുറുകുമ്പോൾ അവർ ഇറാനെ സഹായിക്കാൻ തുടങ്ങിയാൽ നമ്മൾ നേരിടാൻ പോകുന്നത് ഒരു 3ാം ലോക മഹായുദ്ധം തന്നെ ആയിരിക്കും. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് പോളിസി സത്യത്തിൽ അമേരിക്കയെ ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്തുമോ എന്ന പേടിയും ഇന്ന് പലർക്കുമുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപ് തടയപ്പെട്ടില്ലെങ്കിൽ ഇറാനിലെ പ്രധാന ഓയിൽ റിഫൈനറീസ് ലക്ഷ്യം വെച്ച് ആക്രമണം നടത്താൻ ഇസ്രായേലിന് ഗ്രീൻ സിഗ്നൽ നൽകിയേക്കും. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തകർക്കുക എന്നതാണ് പ്ലാൻ.
ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം അമേരിക്കൻ കോൺഗ്രസിൽ ട്രംപിന്റെ യുദ്ധ ഫണ്ടിങ്ങിനെതിരെ ചില ഡെമോക്രാറ്റുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്രയും വലിയ തുക യുദ്ധത്തിനായി ചിലവാക്കുന്നത് അമേരിക്കയെ തകർക്കുമെന്നാണ് അവരുടെ വാദം. എന്നാൽ പിന്മാറാൻ ട്രംപ് തയ്യാറല്ല. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി 4ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ ഭീതി വർദ്ധിച്ചിരിക്കുകയാണ്. ഇറാൻ പറയുന്നത് തങ്ങൾക്കൊരു തിരിച്ചടി നൽകേണ്ടി വന്നാൽ അമേരിക്കയുടെ മധ്യേഷ്യയിലെ എല്ലാ സൈനിക താവളങ്ങളും തങ്ങൾ തകർക്കുമെന്നാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാന ചർച്ചകൾക്ക് പകരം മിസൈലുകൾ സംസാരിക്കുന്ന ഒരു കാലത്തേക്കാണോ നമ്മൾ പോകുന്നത്? ട്രംപിന്റെ ഈ യുദ്ധ പ്ലാൻ അമേരിക്കയെ വീണ്ടും ലോകത്തിലെ 1ാം നമ്പർ ശക്തിയാക്കുമോ, അതോ ആ രാജ്യം കടക്കണിയിലായി തകരുമോ? ഒരു യുദ്ധമുണ്ടായാൽ അതിന്റെ ഭാരം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ സാധാരണക്കാരാണ്. ഒരു ദിവസം കൊണ്ട് 6000 കോടി രൂപ ചാരമാക്കുന്നവർക്ക് ലോകത്തെ ദാരിദ്ര്യമില്ലാതാക്കാൻ കഴിയില്ല. പക്ഷെ ലോകം എന്ന ആയുധങ്ങളുടെയും അധികാരത്തിന്റെയും പുറകെയാണ്. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നാണ്: യുദ്ധം കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല, എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടേയുള്ളൂ. ഇറാൻ ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ലോകത്തിന്റെ രക്തധമനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് കടലിടുക്ക്, ഈ ഒരു പാത ഇറാൻ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇതോടെ സോഷ്യൽ മീഡിയയിലും മറ്റും ഒരു വലിയ പേടി പടരുകയാണ്. ഇന്ത്യയിൽ പെട്രോളും ഡീസലും തീർന്നു പോകുമോ? നമുക്കിനി എത്ര ദിവസത്തെ സ്റ്റോക്ക് ഉണ്ട്? കേന്ദ്ര സർക്കാർ പറയുന്നത് എന്താണ്? ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യക്ക് ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ട്. പക്ഷേ അത് എത്രത്തോളം സുരക്ഷിതമാണ്? നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? പരിശോധിക്കാം. ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% ഈ ഒരു ചെറിയ പാതയിലൂടെയാണ്, അതായത് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിലൂടെയാണ് കടന്നു പോകുന്നത്. ഇറാനിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ഒരു പ്രദേശം യുദ്ധസമാനമായ സാഹചര്യത്തിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇറാനിന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതോടെ ഇറാന്റെ തിരിച്ചടി ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിക്കുകയാണ്. ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യം തങ്ങളുടെ എണ്ണയുടെ 85% ഇറക്കുമതി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലൈഫ് ഓർ ഡെത്ത് സിറ്റുവേഷൻ തന്നെയാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നൽകിയ മറുപടിയാണ്. ഇന്ത്യക്ക് ഇപ്പോൾ ഏകദേശം 25 ദിവസത്തെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 9 ദിവസത്തെ ഇന്ധനം നമ്മുടെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ് SPR അഥവാ ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബാക്കി 15 മുതൽ 16 ദിവസത്തെ ഇന്ധനം നമ്മുടെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ ടാങ്കുകളിലുണ്ട്. വിദഗ്ധർ പറയുന്നത് ഇതൊരു വമ്പൻ സ്റ്റോക്ക് അല്ല എങ്കിലും പെട്ടെന്നുള്ളൊരു യുദ്ധം വന്നാൽ ഇന്ത്യക്ക് ഏകദേശം 3 ആഴ്ചയോളം ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോകാമെന്നാണ്. പക്ഷേ 25 ദിവസം കഴിഞ്ഞാലോ? യുദ്ധം മാസങ്ങളോളം നീണ്ടു നിന്നാൽ എന്ത് സംഭവിക്കും? കേന്ദ്രം പറയുന്നത് ഭയപ്പെടേണ്ട എന്നാണ്. എന്തുകൊണ്ടാണ് ഇത്ര വലിയ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നത്? ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഇപ്പോൾ പഴയതുപോലെ മധ്യേഷ്യ മാത്രം ആശ്രയിച്ചല്ല കഴിയുന്നത്. റഷ്യയിൽ നിന്ന് നമ്മൾ വൻതോതിൽ എണ്ണ വാങ്ങുന്നുണ്ട്. ഹോർമുസ് അടച്ചാലും റഷ്യയിൽ നിന്നുള്ള എണ്ണ വിതരണം പൂർണ്ണമായും തടസ്സപ്പെടില്ല. രണ്ടാമതായിട്ട്, ഇന്ത്യ അമേരിക്കയുമായും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായും കരാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ പുതിയ സ്ട്രാറ്റജിക് റിസർവ്സ് നിർമ്മിക്കാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടയുമ്പോൾ ലോകം മുഴുവൻ എണ്ണയ്ക്കായി മത്സരിക്കും. അപ്പോൾ വില കൂടുന്നത് ആർക്കും തടയാനാവില്ല. നമ്മൾ 2026 നിൽക്കുമ്പോൾ പെട്രോൾ വില 200 രൂപ കടക്കുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും. ഇനി നമുക്ക് കാര്യമായ കാര്യങ്ങൾ പറയാം. എണ്ണ വില കൂടിയാൽ വെറും പെട്രോളിന് മാത്രമല്ല വില കൂടുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ, പച്ചക്കറികൾ, അരി എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഡീസൽ വണ്ടികളിലാണ്. അപ്പോൾ എല്ലാം ചങ്ങല പോലെ വില കൂടും. കേന്ദ്ര സർക്കാർ പറയുന്നത് നിലവിൽ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല എന്നാണ്. പക്ഷെ ജനങ്ങൾ പെട്രോൾ പമ്പുകളിൽ ക്യൂ നിൽക്കാൻ തുടങ്ങിയാൽ അത് മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇപ്പോൾ സർവേലൻസ് കർശനമാക്കിയിട്ടുണ്ട്. എണ്ണ കമ്പനികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പണ്ട് 1990-ലെ ഗൾഫ് യുദ്ധകാലത്ത് ഉണ്ടായതുപോലെയുള്ള ഒരു സാഹചര്യം വരാതിരിക്കാൻ ഇന്ത്യ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഇറാന്റെ തിരിച്ചടിയോടെ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഒരു ദിവസം $700 മില്യൺ ചിലവുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ലോകത്തെ ഓരോ ടാക്സ് പേയറുടെയും പോക്കറ്റിനെയാണ് ബാധിക്കുന്നത്. ഇറാൻ തങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് എണ്ണക്കപ്പലുകളെ ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് നിരക്കുകൾ കൂടും. ഇത് ആത്യന്തികമായി ഇന്ത്യയെ പോലെയുള്ള ഉപഭോക്തൃ രാജ്യങ്ങൾക്ക് വലിയ ഭാരമാകും. ഇറാന്റെ പരമോന്നത നേതാവിന്റെ മരണത്തോടെ അവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ എണ്ണ വിപണിയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സമാധാന ചർച്ചകൾ നടന്നില്ലെങ്കിൽ ആഗോള വിപണി കത്തിയമരുമെന്നതിൽ സംശയമില്ല. ഇന്ത്യക്ക് 25 ദിവസത്തെ ഇന്ധനം സ്റ്റോക്ക് ഉണ്ട് എന്നത് ആശ്വാസമുള്ള കാര്യമാണ്. പക്ഷേ ഇത് വെറും ഒരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്. ഒരു യുദ്ധം വന്നാൽ നമ്മൾ എത്രത്തോളം തയ്യാറാണ് എന്ന് ഈ കണക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയെ തൊട്ട് കളിക്കേണ്ട എന്ന ശത്രുക്കൾക്ക് വ്യക്തമായ സന്ദേശം നൽകാൻ നമ്മുടെ സൈന്യത്തിന് കഴിയുമെങ്കിലും ഇന്ധനത്തിന്റെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്.
ആഗോളതലത്തിൽ പ്രതിസന്ധികൾ എത്ര രൂക്ഷമായാലും ഇന്ത്യ ഇന്ന് വെറുമൊരു കാഴ്ചക്കാരനല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങും കരുത്തുമുള്ള ഒരു ശക്തിയാണ്. യുദ്ധവും രാഷ്ട്രീയവും ലോകത്തെ വിഭജിക്കുമ്പോഴും സമാധാനത്തോടൊപ്പം സ്വന്തം ജനതയുടെ സുരക്ഷയും ഉറപ്പാക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കുന്നു എന്നത് വലിയൊരു അഭിമാനമാണ്. സമാധാനം മാത്രമാണ് ഏക പോംവഴി എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും കത്തിയെരിയുന്ന ഈ യുദ്ധഭൂമിയിൽ ആ സമാധാനം എന്നത് ആകാശത്തിലെ നക്ഷത്രം പോലെ കയ്യെത്താ ദൂരത്താണെന്ന് ചിലപ്പോൾ തോന്നിപ്പോകാം. എങ്കിലും ആ നക്ഷത്രത്തിലേക്കുള്ള വെളിച്ചമായി മാറാൻ ഇന്ത്യയുടെ ഓരോ ചുവടുവയ്പ്പിനും കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.